ഹായ് വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഇന്ന് നമ്മൾ കാറ്റഗറി 1-ന്റെ എക്സാം കഴിഞ്ഞു. സൈക്കോളജിയും അതുപോലെ തന്നെ മാത്സ്, EVS, നമ്മുടെ ലാംഗ്വേജ് ഇവയൊക്കെ ഉഷാറായി എഴുതിയിട്ടുണ്ടോ? ഏതായാലും നമുക്കത് ഇതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് സൈക്കോളജിയുടെ ആൻസേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആൻസർ കീ ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ച് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വികാസ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരു അധ്യാപികക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളിൽ പെടാത്തതാണ്. അധ്യാപകർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളിൽ പെടാത്തത് ഏതാണ്? കുട്ടികളുടെ വ്യത്യാസം നിലനിൽക്കുന്നു എന്ന് അറിയാൻ പറ്റുമല്ലോ. പരിസരത്തെ കുട്ടിക്ക് അനുഗുണമാക്കാമെന്ന് മനസ്സിലാക്കാൻ പറ്റും, അതും പറ്റുന്നതാണ്. അതുപോലെ കുട്ടികളുടെ കഴിവുകൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകാതെ ക്ലാസ് റൂം പഠനത്തിന് മാത്രം പ്രാധാന്യം നൽകാൻ പറ്റും. അതായത് പ്രോത്സാഹനം നൽകാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്ക് ആൻസർ ഏത് കണ്ടെത്താം? ഇത് തന്നെയാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പിന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിലും മറ്റുമുള്ള അസ്വാഭാവികത കണ്ടെത്താനും പരിഹരിക്കാനും പറ്റും. ഒക്കെ ശരിയാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. PWD ആക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആക്ടിനെ കുറിച്ച് സ്പെഷ്യൽ പറഞ്ഞിരുന്നു. ആ ആക്ട് പാസ്സാക്കിയ വർഷം 1990, 95, 2016, 2020. 95 കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലാസ് മുറികയിൽ പുസ്തകം തുറന്നിരിക്കാൻ മടിയുള്ള കുട്ടിയാണ് ലിൻഡോ. ടീച്ചർ പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റുന്നില്ല. ഈ പ്രശ്നത്തെ കണ്ടെത്തി പരിഹരിക്കാൻ താഴെ പറയുന്നതിൽ ഏത് മാർഗമാണ് കൂടുതൽ ഉചിതമായി ഉപയോഗിക്കാൻ പറ്റുക? നമുക്കൊരു കുട്ടിയുടെ കൂടുതൽ അവനെ കേന്ദ്രീകരിച്ച് ഒരു പഠനം നടത്തണം. അതിന് നമ്മൾ പറയുന്ന പേര് കേസ് സ്റ്റഡി, ഒബ്സർവേഷൻ, ആക്ഷൻ റിസർച്ച്, ഇന്റർവ്യൂ. ഏതാണ് ഏറ്റവും നല്ലത്? നമുക്കറിയാം അത് കേസ് സ്റ്റഡിയാണ്, ഏക വ്യക്തി പഠനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അധ്യാപക കേന്ദ്രീകൃത പഠന രീതികളിൽ പെട്ടത് ഏതാണ്? അതായത് ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡാണ് ചോദിച്ചത്. ഇൻഡക്റ്റീവ്, ഡെമോൺസ്ട്രേഷൻ, പ്രൊജക്റ്റ് മെത്തേഡ്, പ്രോബ്ലം സോൾവിങ്. ഏതാണ് അധ്യാപക കേന്ദ്രീകൃതം? അത് ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ് വരുന്നത് കേട്ടോ. അനുരൂപീകരണ ടീച്ചിങ്, അതായത് നമ്മൾ അഡാപ്റ്റീവ് ടീച്ചിങ് മാനുവൽ ഉണ്ടല്ലോ, അത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. പഠന ബോധന തന്ത്രങ്ങൾ തയ്യാറാക്കൽ വേണം അല്ലേ? ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി വേണം. എല്ലാ കുട്ടികൾക്കുമുള്ള പ്രവർത്തനം മാത്രം മതി. കണ്ടോ, ആക്ടിവിറ്റീസ് മീൻ ഓൺലി ഫോർ ഓൾ ചിൽഡ്രൻ ആർ സഫിഷ്യൻറ്റ്. അത് മാത്രം മതി. ഇവാലുവേഷൻ, അതുപോലെ റെമഡിയൽ ടീച്ചിങ് ആക്ടിവിറ്റി. ഇത് നോക്കൂ, എല്ലാവർക്കുമായിട്ടുള്ള പ്രവർത്തനം മാത്രം മതിയോ? പോരാ, അതിൽ മറ്റുള്ള കുട്ടികൾക്ക് പരിഗണിക്കേണ്ട അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 1 ഉണ്ട്, അതുപോലെ തന്നെ 3 ഉണ്ട്, 4 ഉണ്ട്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പഠന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തൽ നടത്തുന്നതിന് ഏത് തരം വിലയിരുത്തലാണ്? അതായത് അസസ്മെന്റ് ദാറ്റ് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് വൈൽ കണ്ടക്ടിങ് ദം ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ നടത്തുന്ന സമയത്ത് തന്നെ ഇവാലുവേഷൻ നടത്തുന്നതിന് പറയുന്ന പേര് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നാണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ. അസസ്മെന്റ് ആസ് അല്ല, ഓഫ് അല്ല, ടേം ഇവാലുവേഷനും അല്ല. ഇനി ചിരിച്ചീടിന മദ്യതാൻ കരയുന്നിതു ബാലകൻ അല്ലേ? അമിഡ്സ്റ്റ് ലവ് ഫോർ ദ ചൈൽഡ് ഈസ് ക്രൈയിങ്. കരയുമ്പോൾ തന്നെ കുട്ടി ചിരിക്കുന്നു അല്ലേ? കുട്ടികളുടെ വികാരങ്ങൾ പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് അല്ലേ? ബാല്യത്തിലെ വികാരങ്ങളുടെ ഏത് തരം പ്രത്യേകതയാണ് ഈ വരികളിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ഏതാണെടാ? തീവ്രതയാണോ, ക്ഷണികതയാണോ, ആവൃത്തിയാണോ, പ്രകടനമാണോ? ഏതാണ്? ക്ഷണികതയാണ് ബി അല്ലേ? ട്രാൻസിയൻസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളർച്ചയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏതാണ്? വളർച്ചയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് അത് നോക്ക്, നമുക്കറിയാം വളർച്ച, ഗ്രോത്ത് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കണം. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെല്ല് അല്ലേ? കോശവർദ്ധനവ് ശരിയാണ്. രൂപത്തിലും പിണ്ടത്തിലുമുള്ള വർധനവ്, യെസ്, വെരി ഗുഡ്. മാസ്, ഫോമിലൊക്കെ മാറ്റങ്ങൾ. പരിപക്വനം സംഭവിക്കുന്നതോടെ നിലക്കുന്നു. ഗ്രോത്ത് നമുക്കറിയാം ഒരു മെച്ചുറേഷൻ എത്തിയാൽ നിലക്കുന്നുണ്ട്. ജനനം മുതൽ മരണം വരെ അനുസ്യൂതം തുടങ്ങുന്നു. അത് ഡെവലപ്മെന്റ് ആണ്. അതെന്തല്ല? ഗ്രോത്ത് അല്ല. അതെന്തല്ല? ഗ്രോത്ത് അല്ല. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്. സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ള കൃതിയുടെ കർത്താവ് ആരാണ്? അത് BF സ്കിന്നർ ആണ് കേട്ടോ. ആരാണ്? BF സ്കിന്നർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിലയിരുത്തി പഠന നേട്ടങ്ങളുടെ അളവ് കണ്ടെത്തുന്ന രീതി, അതായത് ലേണിംഗ് ഔട്ട്കംസ് ആർ അസസ്മെന്റ് ഇൻ വിച്ച് ലേണിംഗ് ഔട്ട്കംസ് ആർ മെഷേർഡ് ബൈ ഇവാലുവേറ്റിംഗ് ദ പ്രോഡക്റ്റ് റിലേറ്റഡ് ടു ലേണിംഗ് ആക്ടിവിറ്റീസ്. അതിനെ യൂണിറ്റ് അസസ്മെന്റ് എന്നാണോ പറയുക? ആനുവൽ അസസ്മെന്റ് എന്നാണോ പറയുക? പോർട്ട്ഫോളിയോ അസസ്മെന്റ് ആണോ? എക്സ്റ്റേണൽ അസസ്മെന്റ് ആണോ? എന്താണ്? അതായത് ഔട്ട്കംസ് ആർ മെഷേർഡ് അല്ലേ? വിച്ച് ലേണിംഗ് ഔട്ട്കംസ് ആർ മെഷേർഡ് ബൈ
എങ്ങനെയാണ് ലേണിംഗ് ഔട്ട്കം നോക്കുന്നത്? ബൈ ഇവാലുവേറ്റിംഗ് ദ പ്രൊഡക്റ്റ് റിലേറ്റഡ് ടു ലേണിംഗ് ആക്ടിവിറ്റീസ്. സോ അതേതാണ്? പോർട്ട്ഫോളിയോ അസസ്മെന്റ്. ഏതാണ്? പോർട്ട്ഫോളിയോ അസസ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടിയുടെ സ്വയം തിരുത്തൽ സ്വഭാവം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് സെൽഫ് കറക്ഷൻ എബിലിറ്റി. കുട്ടിക്ക് സ്വയം തിരുത്താൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ അനുവദിക്കരുത് എന്നാണോ? അനുഭവങ്ങളിലൂടെയും ഫീഡ്ബാക്കുകളിലൂടെയും സ്വന്തം ധാരണകൾ പരിഷ്കരിക്കാനുള്ള ആന്തരിക കഴിവ് കുട്ടികൾക്കുണ്ട്. അതല്ലേ, കുട്ടികൾക്ക് തന്നെ അത് പരിഷ്കരിക്കാനുള്ള ആന്തര കഴിവുണ്ട്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി നോക്കുക, അധ്യാപകന് മാത്രമേ കുട്ടിയുടെ തെറ്റ് തിരുത്താൻ അവകാശമുള്ളൂ. അല്ല. ശരിയായ ഉത്തരങ്ങൾ ഉടൻ നൽകിയാൽ മാത്രമേ കുട്ടി പഠിക്കൂ. അങ്ങനെയല്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രക്തസംബന്ധമായ രോഗാവസ്ഥ. നമുക്ക് ഒരുപാട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലെ ഈ കുട്ടികളുടെ ഡിസാബിലിറ്റി ഒക്കെ പറയുന്നതിൽ രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ രക്തസംബന്ധമായ എന്താണ് രോഗാവസ്ഥ? ഓട്ടിസം, സെറിബ്രൽ പൾസി, ചുമ, അനീമിയ. ഏതാണ്? അനീമിയാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ പരാജയ കാര്യങ്ങളിൽ പെടുന്നവയിൽ ശരിയായ പ്രസ്താവനകളേവാ? പരാജയ കാരണങ്ങളിൽ പെടുന്ന ഭയം, ലാക്ക് ഓഫ് ലേണിംഗ് സപ്പോർട്ട്, അല്ലേ? ഭയം പെടും, പരാജയത്തിന് കാരണമാകും. ലേണിംഗ് സപ്പോർട്ടിന്റെ അഭാവം കാരണമാകും. വിദ്യാർത്ഥി കേന്ദ്രീകൃത പോലെ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ് ആവിടാ? ഇല്ല. ഒരിക്കൽ ഓപ്ഷൻ 3 ഒരിക്കലും ആവില്ല. പ്രോബ്ലം ബിറ്റ്വീൻ പാരൻസ്, അല്ലേ? മാതാപിതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ 3 വരും. 1 അതുപോലെ 2, 4. സോ 1, 2, 4 ഏതാണ്? ഹെൽത്ത്, അല്ലേ? പിന്നെ 5 ആരോഗ്യ പ്രോബ്ലംസ്, അതും പരാജയം കാരണമാണ്. അപ്പോൾ 5 വരും. സോ 1, 2, 4, 5 ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിയാഷയുടെ അഭിപ്രായത്തിൽ ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് നിദാനമായ 4 ഘടകങ്ങളിൽ പെടാത്തത്. പിയാഷ പറയുന്നതിൽ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് പ്രോസസ്സ്, ഫിസിക്കൽ മെച്ചുറേഷൻ പെടുന്നതാണ്. റീഇൻഫോഴ്സ്മെന്റ് പെടുവോ? ഇല്ല. സോഷ്യൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വരും. ഇക്വിലിബ്രേഷൻ, ഇതെല്ലാം തിങ്കിങ് പ്രോസസ്സിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കും. സോ റീഇൻഫോഴ്സ്മെന്റ് എന്തല്ല, അതിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിസെഫിന്റെ 2003 കണക്കനുസരിച്ച് മിതമായ മൈൽഡ് മോഡറേറ്റ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ എത്ര ശതമാനം വരെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാനാവും? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് 70%. എത്രയാണ്? 70% വരെയുള്ള കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാനാവും. ഇതിൻ്റെ ചോയ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെന്ത് ചെയ്യുക, അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് അനാലിസിസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദൃശ്യസ്ഥലപരമായ ബുദ്ധി, വിഷ്വൽ ആൻഡ് സ്പാഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള തൻ്റെ ക്ലാസ്സിലെ കുട്ടിക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ വിഷ്വൽ ആൻഡ് സ്പാഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പഠിച്ചു പോകണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മൾ അത്തരം കുട്ടികൾക്ക് കൊടുക്കുക? ഭാഷയിലെ വിവിധ വ്യവഹാര രൂപങ്ങൾ കൊടുക്കുക, അതാണോ? അല്ല. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുക, അതല്ല. പിന്നെ സ്കൂളിൻ്റെ പ്ലാൻ വരയ്ക്കുക, അത് നമുക്ക് കൊടുക്കാം, അല്ലെ? പ്ലാൻ വരയ്ക്കുക. സ്പെഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധം കൊളാഷ്, അതും പെടും. 3, 4 അതിൽ ഉൾപ്പെടും. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യ ഘടകമായി കണക്കാക്കുന്നത്? സാഹചര്യം, അതായത് സിറ്റുവേഷണൽ ഫാക്ടർ, അതായത് ലേണിങ്ങിനെ നമ്മൾ ബാധിക്കുന്ന സിറ്റുവേഷണൽ ഫാക്ടർ. ഇൻ്റലിജൻസ് സിറ്റുവേഷണൽ ആണോ? അല്ല. ഫിസിക്കൽ ഹെൽത്ത് സിറ്റുവേഷണൽ അല്ല. ടീച്ചിങ് മെത്തേഡ്, ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്റ്റിലെ താല്പര്യം. സോ ഓപ്ഷൻ സി ആണ്, ടീച്ചിങ് മെത്തേഡ് ആണെന്ത് ഒരു സിറ്റുവേഷണൽ ഫാക്ടറായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത്. അടുത്തത്, എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അനുസരിച്ച് ഒരു കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരം, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അതിൻ്റെ ബേസിക് പഠിക്കണം, ഏതാണത്? അത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ബുദ്ധി, അഭിക്ഷമതകൾ, മനോഭാവം, സംസ്കാരം എന്നിവയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കുട്ടി. അങ്ങനത്തെ കുട്ടിയെ ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കൂടുതൽ പ്രാപ്തമാക്കുന്ന അവൻ്റെ ഘടകം എന്തായിരിക്കും? ഹെറിഡിറ്റി, റീഡിങ്, എൻവയോൺമെൻറ്റ്, ലേണിംഗ് സ്പീഡ്. ഏറ്റവും കൂടുതൽ പ്രാപ്തമാക്കുന്ന എന്തായിരിക്കടാ? ഹെറിഡിറ്റി തന്നെയാണ്, അല്ലേ? ഹെറിഡിറ്റി, പാരമ്പര്യം തന്നെയാണ്. നെക്സ്റ്റ്, ഒരു കുട്ടി ഗണിതക്രിയകൾ ചെയ്യുമ്പോൾ ആവർത്തിച്ച് തെറ്റുകൾ വരുത്തുന്നു. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അപ്പോൾ കണക്കിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുക? തെറ്റിലേക്ക് നയിക്കുന്ന പ്രയാസം തിരിച്ചറിയാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്നു, അല്ലേ? കുട്ടിയെ തൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പറ്റാവുന്നതാണ്. തെറ്റായവ ആവർത്തിച്ച് എഴുതിക്കുന്നു, അത് ശരിയല്ല. ശിക്ഷ നൽകുന്നു, അതും ശരിയല്ല. രക്ഷിതാവിനോട് കുട്ടിയെ നന്നായി പഠിപ്പിച്ചു വിടാൻ പറയുന്നു. അവസാനത്തെ 2 തീരെ ശരിയല്ല. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള, അതായത് എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് എന്നുള്ളത് ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ഐക്കണിക് സ്റ്റേജ്, എനാക്റ്റീവ് സ്റ്റേജ്, ആക്ടിവിറ്റി സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഏതാണ് അത്? എനാക്റ്റീവ് സ്റ്റേജ് ആണ്. ഏതാണ്? എനാക്റ്റീവ് സ്റ്റേജ്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആക്ടിവിറ്റി സ്റ്റേജ് അങ്ങനെ സ്റ്റേജ് നമ്മൾ പറയുന്നില്ല അല്ലേ? എനാക്റ്റീവ്, ഐക്കണിക്, സിംബോളിക് ആണ്. സോ മാറിപ്പോകരുത് കേട്ടോ അങ്ങനത്തൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 21, 22. ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പരിരക്ഷയും പരിശീലനവും പകൽ സമയം മാത്രം നൽകുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ ഏതാണ് വരുന്നത്? അത് പൊതുവിദ്യാലയം, BRC, സ്പെഷ്യൽ ഡേ സ്കൂൾ, ഡയറ്റ്. ഏതാണ്? സ്പെഷ്യൽ ഡേ സ്കൂളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ക്ലാസ് മുറിയിൽ അനുഭവാധിഷ്ഠിത പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെടാത്തത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആക്ടിവിറ്റീസ് ക്ലാസ് റൂമിൽ ഒരുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെടാത്തത്, പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരണയുണ്ടാവണം. വേണ്ടേ? പഠിതാക്കളുടെ പൂർണ്ണ സമർപ്പണം ഉറപ്പാക്കണം. വേണം. പഠനോപകരണങ്ങൾ ഉപയോഗിക്കാനല്ലേ വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. പഠനാനുഭവങ്ങളുടെ പ്രതിഫലനം നടത്താൻ അവസരം ഒരുക്കണം. ബാക്കി 3 വേണ്ടതാണ്. സോ പെടാത്തത് ഓപ്ഷൻ സി. നെക്സ്റ്റ്, ശിശു സൗഹൃദ പഠനാന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ പ്രൈമറി ക്ലാസ്സുകളിൽ ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം ഏതാണ്? നമ്മൾ ചൈൽഡ് സെൻറ്റേർഡ് ആകുമ്പോൾ നമുക്ക് അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? മദർ ടങ് ആണ് യൂസ് ചെയ്യുക. മാതൃഭാഷയാണ് പ്രൈമറി ക്ലാസ്സുകളിൽ ഏറ്റവും അനുയോജ്യമായത്. നെക്സ്റ്റ്, ഭാഷ കേട്ട് മനസ്സിലാക്കാനും പറയാനും വായിക്കാനും എഴുതാനും കണക്ക് കൂട്ടാനുമുള്ള ശേഷികൾ നേടുന്നതിലും ഉപയോഗിക്കുന്നതിലും കാര്യകാരണ വിചിന്തനത്തിലും വരുന്ന ഒരു കൂട്ടം വ്യത്യസ്ത വൈകല്യങ്ങൾ എന്തൊക്കെയാണ്? ലാംഗ്വേജ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, പെർഫോമിംഗ്, കാൽക്കുലേഷൻ, ലോജിക്കൽ റീസണിങ്. എന്താണത്? നമുക്കറിയാം. അതിൽ വരുന്ന പഠന വൈകല്യമാണെന്ന് ലേണിംഗ് ഡിസാബിലിറ്റി. മാറിപ്പോകരുത്, ലേണിംഗ് ഡിസാബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കുട്ടി ഒരു ശാസ്ത്ര പര്യവേക്ഷകയാണ് എന്ന ആശയത്തെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതാണ്? ശാസ്ത്ര പര്യവേക്ഷകയാണ്. ടീച്ചർ പറയുന്നത് എന്തും അനുസരിക്കും. അതാണോ? അതായത് കുട്ടി ഒരു സയൻസ് എക്സ്പ്ലോറർ എന്നുള്ള കൺസെപ്റ്റ് ആട്ടോ. പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡ് കിട്ടണം എന്ന ലക്ഷ്യത്തോടെ മാത്രം പഠിക്കും. ആണോ? ചുറ്റുപാടുമായി ഇടപഴകുകയും പരീക്ഷണങ്ങളിലൂടെ നിഗമനത്തിലെത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും അനുയോജ്യമായ ആൻസർ. പഠന പ്രവർത്തനങ്ങളിൽ നിശബ്ദത പാലിക്കുന്നു. അതും ആൻസർ അല്ല. 27, ചിത്രം വരച്ച് നിറം നൽകലിനോട് ഒരു 5 വയസ്സിനേക്കാൾ കൂടുതലുള്ള കുട്ടി കൂടുതൽ താല്പര്യം കാണിക്കുന്നു. കുട്ടി എന്താണ്? ചിത്രം വരച്ച് നിറം നൽകുന്നു. ഏത് തരം വികസനമാണ് ഇവിടെ കുട്ടിക്ക് ഉണ്ടാവുന്നത്? ലാംഗ്വേജ് ആണോ? സോഷ്യൽ ഡെവലപ്മെന്റ് ആണോ? ഇമോഷണൽ ഡെവലപ്മെന്റ് ആണോ? ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ആണോ? ഏതാണത്? ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. കുട്ടിയിലെ ചിത്രം വരച്ച് കൈകൊണ്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത്, ചെറിയ ക്ലാസ്സുകളിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കണമെങ്കിൽ കൊടുക്കാവുന്ന പ്രവർത്തനം. എല്ലാവരെയും നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം. സോ ഏതാണ്? സ്പീച്ച്, സിംഗിങ്, സ്റ്റോറി ടെല്ലിംഗ്, ഗ്രൂപ്പ് ഗെയിം. ഏതാണ്? ഗ്രൂപ്പ് ഗെയിം ആണ് ഏറ്റവും കറക്റ്റ് ആൻസർ. അടുത്തത്, ലവ് വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുക. അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഏറ്റവും സഹായിക്കുന്നത് ഹെറിഡിറ്റി ആണോ? സോഷ്യൽ ഇൻട്രാക്ഷൻ ആണോ? ഫിസിക്കൽ മെച്യൂരിറ്റി ആണോ? ഗ്രേഡ് ആണോ? ഏതാണ്? സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അവസാനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജിയിൽ. പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ എത്തുന്ന കുട്ടിയുടെ വികാസഘട്ടത്തെ സ്വാധീനിക്കുന്ന പേര്. അതായത് സ്വാധീനിക്കുന്ന പേര് എന്നാണ് ചോദിച്ചത്. അതായത് വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ഡെവലപ്മെന്റ് സ്റ്റേജ് ഓഫ് ചൈൽഡ് ഹു എൻഡേഴ്സ് പ്രീ പ്രൈമറി ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ? ഇൻഫാൻസിയിൽ പ്രൈമറി ആണോ? അല്ല. അഡോളസൻസ് അല്ല. ലേറ്റർ ചൈൽഡ്ഹുഡും അല്ല. പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ആദിബാല്യം. സോ ഇത്രയാണ് സൈക്കോളജിയിലെ 30 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യോ. താങ്ക് യു.